السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞതുപോലെ അയ്യാമൻ മഅദൂദാത്ത്, വളരെ കുറഞ്ഞ ദിവസങ്ങളാണ്, 1/3 നമ്മിൽ നിന്ന് തീർന്നു പോയിരിക്കുന്നു. എന്നാൽ ഈ റമളാൻ എന്ന മദ്രസ, അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് പാഠങ്ങളും ഒരുപാട് മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ഒരു മാസമാണ് പരിശുദ്ധ റമളാൻ മാസം. നമുക്കറിയാവുന്നതുപോലെ തഖ്വ നേടിയെടുക്കേണ്ട മാസമാണ്. അതിനുള്ള പരിശീലനമാണ് നോമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യാസ്തമയം വരെ അള്ളാഹു പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം നമ്മൾ ബാക്കി മാസങ്ങളിൽ അനുവദനീയമായ വെള്ളവും ഭക്ഷണവും നമ്മൾ ഒഴിവാക്കുന്നു. ഇങ്ങനെയുള്ള നമുക്ക് പിന്നെ എങ്ങനെയാണ് അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക? റമളാനിൽ അള്ളാഹു കൽപ്പിച്ചു എന്നതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള വെള്ളവും ഭക്ഷണവും നമ്മൾ ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ തീർത്തും അപകടകരമായിട്ടുള്ള പാപങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്കേറെ എളുപ്പമുണ്ടാകും. അത് നമ്മൾ ഈ റമളാനിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് തഖ്വ പരിശീലിക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ് നന്മകൾ ചെയ്യുക, തിന്മകളിൽ നിന്ന് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, തിന്മകൾ ഒഴിവാക്കുക, ഹറാമുകൾ ഒഴിവാക്കുക, അതാണ് തഖ്വ. അതേപോലെ ക്ഷമ പരിശീലിക്കുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. ക്ഷമ എന്ന് പറഞ്ഞാൽ പ്രധാനമായും 3 കാര്യങ്ങളാണ്. നന്മകൾ ചെയ്യാൻ ക്ഷമ ആവശ്യമാണ്, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ക്ഷമ വേണം, അതേപോലെ അള്ളാഹുവിൻ്റെ ഖളാ ഖദറിൽ അതിൽ ക്ഷമിക്കാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പരിശീലിക്കുന്ന മാസമാണ് റമളാൻ. നോമ്പെടുക്കാൻ ക്ഷമ ആവശ്യമാണ്. ആ മാസത്തിൽ നന്മകൾ ചെയ്യാൻ ക്ഷമ വേണം. അതേപോലെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഈ മാസത്തിൽ പ്രത്യേകിച്ച്, അതേപോലെ ഭക്ഷണവും വെള്ളവും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നു, അതിനും ക്ഷമ ആവശ്യമാണ്. അതേപോലെ നോമ്പ് കൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതിലും നമ്മൾ ക്ഷമിക്കുന്നു. ഇങ്ങനെ ക്ഷമ പരിശീലിക്കുന്ന മാസമാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവം ശരിയാക്കേണ്ട മാസമാണ്. നമ്മൾ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അതിനേക്കാൾ അപ്പുറം നമ്മോട് ഇങ്ങോട്ട് വല്ല പ്രശ്നത്തിനും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനോട് എന്താണ് പറയുക? ഇന്നി സ്വായിം, ഞാൻ നോമ്പുകാരനാണ്. അങ്ങോട്ടേക്ക് ഒരു പ്രശ്നത്തിന് നമ്മൾ പോവുകയില്ല. അതാണ് നമ്മൾ ഈ 30 ദിവസം പരിശീലിക്കുന്നത്. ഒരു കാര്യം 20 ദിവസം ചെയ്താൽ തന്നെ അത് ഓരോ ആളുകളുടെയും ശീലമായി മാറും എന്നാണ് പറയുന്നത്. അങ്ങനെ അതായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശീലിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ അസ്സൗമു അസ്സിയാമു ജുന്ന, നോമ്പ് അവനൊരു പരിചയമായിരിക്കും. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഹറാമുകൾ സൂക്ഷിച്ചാൽ, നാളെ പരലോകത്തെത്തിയാൽ നരകത്തിൽ നിന്നുള്ള കവചമായിരിക്കും. അതേപോലെ ദുനിയാവിൽ തന്നെ ഹറാമുകളിൽ നിന്നുള്ള കവചമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇദാ കാന യൗമു സൗമി അഹദിക്കും, നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനാണ് എങ്കിൽ ഫലാ യർഫുസ്, അട്ടഹസിക്കാൻ പാടില്ല, അതേപോലെ വിവരമില്ലാത്തതുപോലെ പ്രവർത്തിക്കാൻ പാടില്ല, അവധാനതയും മറ്റും അവൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഫൈൻ ശാതമഹു അഹദുൻ, ഒരാൾ അവനെ ചീത്ത വിളിച്ചാൽ, ഔ ഖാതലഹു, ഇങ്ങോട്ടേക്ക് പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ, ഫല്യഖുൽ ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ് എന്നവനോട് തിരിച്ചു പറയണം. ഇങ്ങനെ സ്വഭാവം നന്നാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ മാസത്തിൽ വളരെ വലുതാണ്. നല്ല സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമുക്കറിയാവുന്നതാണ്. നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ കനം തൂങ്ങുക നല്ല സ്വഭാവമാണ്. ദേഷ്യം അടക്കി പിടിക്കേണ്ട മാസമാണ്.
ദേഷ്യം പ്രകടിപ്പിക്കാതെ ഉള്ളിലൊതുക്കേണ്ട മാസമാണ്. ദേഷ്യം എന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. ദേഷ്യം വരുമ്പോഴാണ് ചീത്തവിളിയും അതേപോലെ വൃത്തികേടുകൾ പറയലും അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ കൊലപാതകം വരെ ഉണ്ടാകുന്നത്, ബന്ധങ്ങൾ മുറിയുന്നത് എല്ലാം ദേഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, പ്രയാസത്തിലും അതേപോലെ എളുപ്പമുള്ള സമയത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ. വൽകാദിമീനൽ ഗൈദ്, ദേഷ്യം അടക്കി പിടിക്കുന്ന ആളുകൾ. വൽ ആഫീന അന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു അങ്ങനെയുള്ള മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും നോമ്പുകാരാണ്. നോമ്പ് വിശപ്പിൻ്റെ വില നമുക്ക് മനസ്സിലാക്കി തരും. അതുകൊണ്ട് തന്നെ നമ്മെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. അത് റമദാനിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ, നഫഖ, മറ്റുള്ളവർക്ക് ചെലവഴിക്കാൻ, അതും ഈ റമദാനിൽ നമ്മൾ ശീലമാക്കേണ്ട ഒരു സ്വഭാവമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സമ്പത്ത് ചെലവഴിക്കുക എന്നത് സുന്നത്തായ മറ്റുള്ള ആളുകൾക്ക് നൽകുക, നിർബന്ധമായ ചെലവിനെ കുറിച്ചല്ല, സുന്നത്തായി ചെലവഴിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വവുമാണ് ഇന്നത്തെ ഈ ദർസിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കാന അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഔദാര്യം ചെയ്യുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന അജ്വദ മാ യകൂനു ഫീ റമളാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് റമളാൻ മാസത്തിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഈ മാസത്തിൽ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെലവഴിക്കുമായിരുന്നു. അടിച്ചു വീശുന്ന കാറ്റ് പോലെ എല്ലാവരിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായങ്ങൾ എത്തുമായിരുന്നു. പ്രവാചകൻ്റെ ഇങ്ങനെയുള്ള കൊടുക്കൽ അത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് മനോഹരമായ ഒരു സംഭവം ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്നുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു അതേപോലെ സ്വഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു യാത്രയിലാണ്, യുദ്ധം കഴിഞ്ഞുള്ള മടക്കയാത്രയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ആകട്ടെ ഏറ്റവും പിന്നിലാണുള്ളത്. അദ്ദേഹത്തിന് ഒരു ഒട്ടകമുണ്ട്. അന്നഹു കാന യസീറു അലാ ജമലിൻ ലഹു ഖദ് അഅയ, ആ ഒട്ടകമാകട്ടെ അത് ക്ഷീണിച്ച വളരെ അവശതയായിട്ടുള്ള ഒരു ഒട്ടകമാണ്. ഫഅറാദ അൻ യുസയ്യിബഹു, അദ്ദേഹം ആ ഒട്ടകത്തെ വെറുതെ വിട്ടാലോ എന്നാലോചിച്ചു. ഖാല ഫലഹിഖനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ കൂടെ വന്നു ചേർന്നു. പ്രവാചകൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുമ്പോൾ ഏറ്റവും പിന്നിലാണ് സഞ്ചരിക്കുക, ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനു വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. എന്നിട്ട് ഫദഅ അലി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വദറബഹു, ആ ഒട്ടകത്തെ ഒരു അടി കൊടുക്കുകയും ചെയ്തു. അതിനു മുമ്പ് നമുക്ക് കാണാം ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചതിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. പ്രവാചകൻ ചോദിച്ചു, സയ്യിബാണോ അതല്ല ബിക്റാണോ, കന്യകയാണോ അതല്ല മുമ്പ് വിവാഹം ചെയ്ത് തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയാണോ? അവർ പറഞ്ഞു സയ്യിബത്താണ്, മുൻപ് തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, ഒരു കന്യകയെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ? അവരുമായി കളിതമാശകൾ പങ്കിടുന്നതിനു വേണ്ടി അതല്ലേ കൂടുതൽ നല്ലത്? അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഉപ്പ അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായതാണ്. അദ്ദേഹത്തിനാകട്ടെ പെൺമക്കളുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു സയ്യിബാണ്, ഒരു വിധവയാണ് കൂടുതൽ നല്ലത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവരെ കല്യാണം കഴിച്ചത്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഈ ഒട്ടകത്തിൻ്റെ കാര്യം ചോദിച്ചു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരടി കൊടുക്കുകയും ചെയ്തു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസാറ സൈറൻ ലം യസിർ മിസ്ലഹു. പിന്നീട് ആ ഒട്ടകം മുൻപൊരിക്കലും സഞ്ചരിച്ചിട്ടില്ലാത്തതുപോലെ സഞ്ചരിക്കുകയാണ്. വേറെ റിവായത്തുകളിൽ കാണാം, അതിനെ പിന്നെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മുന്നിലേക്ക് പോകുന്നത് കൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ബിഅനീഹി ബി ഊഖിയ, ഒരു ഊഖിയ, അതിന് നീ എനിക്ക് ഈ ഒട്ടകം വിൽക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, വെറുതെ കളയാൻ ഉദ്ദേശിച്ച ഒട്ടകമാണ്. പിന്നീട് പറഞ്ഞു, ഇല്ല, വിൽക്കുകയില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു, ബിഅനീഹി, അതെനിക്ക് വിൽക്കുക. അങ്ങനെ കച്ചവടം ഉറപ്പിച്ചു. വേറെ റിവായത്തുകളിലുള്ളത് ജാബിർ റളിയല്ലാഹു അൻഹു ഇല്ല എന്ന് പറയാനുള്ള കാരണം, ഇല്ല എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾ എടുത്തോളൂ, വെറുതെ എടുത്തോളൂ എന്ന് പറഞ്ഞ റിവായത്തുകളുണ്ട്. അതുകൊണ്ടാണ് എന്ന് കാണാം. അങ്ങനെ കച്ചവടം പൈസ പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹുവിന് കുറച്ച് കടമുണ്ട്. ആ കടം അത്ര പൈസ, ഒരു ഊഖിയ, ആ പൈസ പറഞ്ഞ് കച്ചവടം ഉറപ്പിച്ചു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഒരു നിബന്ധനയുണ്ട്. എന്താണ്? വസ്തസ്നൈതു അലൈഹി ഹുംലാനഹു ഇല അഹ്ലി. കച്ചവടമൊക്കെ കഴിഞ്ഞു, പക്ഷേ എനിക്ക് വീട്ടിലെത്തുന്നത് വരെ ഇതിൽ സഞ്ചരിക്കണം, മദീനയിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഇത് ഉപയോഗിക്കും. അങ്ങനെ ഫലമ്മ ബലഗ്തു അതൈതുഹു ബിൽ ജമൽ, അങ്ങനെ മദീനയിലേക്ക് എത്തി. ജാബിർ റളിയല്ലാഹു അൻഹു ഈ ഒട്ടകവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. ഫനഖദനി സമനഹു, അതിൻ്റെ പൈസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. ഭൃത്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് പൈസ കൊടുക്കുന്നത്. ആ പറഞ്ഞ പൈസയിനേക്കാൾ അധികരിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു തിരിച്ചു നടന്നു. സുമ്മ റജഅതു ഫഅർസല ഫി അസരി, അപ്പോൾ ഞാൻ തിരിച്ചു നടക്കവേ എൻ്റെ പിന്നിൽ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. എന്നിട്ട് എന്നെ തിരിച്ചു വിളിപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അതുറാനി മാ കസ്തുക ലിആഖുദ ജമലക, ഞാൻ നിന്റെ ഈ ഒട്ടകത്തെ അത് വിലപേശാൻ ആണോ നിന്നെ വിളിപ്പിച്ചത് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഖുദ് ജമലക വദറാഹിമക ഫഹുവ ലക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഒട്ടകവും നീ എടുത്തുകൊള്ളുക, ഈ ഒട്ടകവും ആ പൈസയും നീ എടുത്തുകൊള്ളുക, അത് നിനക്കുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. ഇതേപോലൊരു ഭരണാധികാരിയെ, അതേപോലെ സമ്പത്ത് ചെലവഴിക്കുന്ന വേറെ ആരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെടുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, മാ സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഇസ്ലാമി ഷൈഅൻ ഇല്ലാ അതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടാതിരിക്കുകയില്ല, അത് നൽകും. വലഖദ് ജാഅഹു റജുലുൻ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഫഅതാഹു ഗനമൻ ബൈന ജബലൈൻ, അങ്ങനെ രണ്ട് മലകൾക്കിടയിലുള്ള താഴ്വര നിറയെ ആടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകി. ഫറജഅ ഇലാ ഖൗമിഹി ഫഖാൽ, എന്നിട്ട് ആ മനുഷ്യൻ തൻ്റെ സമുദായത്തിലേക്ക്, സമൂഹത്തിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, യാ ഖൗം അസ്ലിമു, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു കൊള്ളുക. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅൻ മൻ ലാ യഖ്ശൽ ഫഖർ, ദാരിദ്ര്യം പേടിയില്ലാത്ത ഒരുവൻ ചെലവഴിക്കുന്നത് പോലെയാണ് മുഹമ്മദ് ചെലവഴിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. ചിലപ്പോൾ സമ്പത്തിൻ്റെ പേരിൽ അവർ ഇസ്ലാമിലേക്ക് അടുക്കും, പിന്നീട് ഇസ്ലാമായിരിക്കും അവർക്ക് മറ്റെല്ലാത്തിനേക്കാളും പ്രിയമുള്ളത്. ആ രൂപത്തിലേക്ക് അവർ മാറും. ഹുനൈൻ തായിഫ് യുദ്ധം, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളുകൾക്കും, പുതുതായി ഇസ്ലാം സ്വീകരിച്ച ഓരോ ആളുകൾക്കും 100 ഒട്ടകങ്ങൾ വീതമാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ ഒരുപാട് നൽകിയ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് സദഖത്തുൻ മിൻ മാൽ,
ഒരിക്കലും സദഖ അത് സമ്പത്തിനെ കുറക്കുകയില്ല. സമ്പത്ത് ചെലവഴിക്കുക എന്നത്, സദഖ കൊടുക്കുക എന്നത് അത് നമ്മുടെ സമ്പത്തിൽ കുറവ് വരുത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ഒന്നാമത് പറഞ്ഞത് അല്ലാഹു തആല ബാക്കിയുള്ള സമ്പത്തിൽ ബറക്കത്ത് ചെയ്യുമെന്നാണ്. അതല്ലെങ്കിൽ അവനിലേക്ക് വരാനിരിക്കുന്ന ഒരു മുസീബത്ത് അത് അല്ലാഹു തആല തടുത്തു കളയും. അങ്ങനെ അവന് വരാനിരിക്കുന്ന വലിയൊരു നഷ്ടം അല്ലാഹു തആല ആ കൊടുത്തത് മുഖേന തടുക്കുമെന്നാണ്. രണ്ടാമത് പറഞ്ഞത് രൂപത്തിൽ നേരെ കാണുമ്പോൾ സ്വതക്ക കൊടുക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് സമ്പത്ത് കുറയുന്നുണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ പരലോകത്തിൽ പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി ലഭിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഇരട്ടി ഇരട്ടിയായാണ് രേഖപ്പെടുത്തപ്പെടുക. അതേപോലെ അശ്ശൈത്താനു യഅദുകുമുൽ ഫഖർ, പിശാചാണ് നിങ്ങളെ ദാരിദ്ര്യം പേടിപ്പിക്കുന്നത്. എന്നാൽ അല്ലാഹു തആല അവൻ വാഗ്ദാനം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വർഗമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു റിസ്ഖിൻ്റെ ഉപജീവനത്തിൻ്റെ മറ്റൊരു വാതിൽ തുറന്നു തരുമെന്നാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അള്ളാഹു തആല അവൻ്റെ ഖദറാക്കിയിട്ടുള്ള നമുക്ക് വെച്ചിട്ടുള്ള ചില നഷ്ടങ്ങൾ അത് എടുത്തു നീക്കുമെന്നാണ്. അതേപോലെ ബാക്കിയുള്ള സമ്പത്തിൽ അള്ളാഹു തആല ബറക്കത്ത് നൽകും ചെലവഴിക്കുന്ന ആളുകൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി മൽ ഫഖറു അഖ്ശാ അലൈക്കും, നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ദാരിദ്ര്യമല്ല ഭയപ്പെടുന്നത്, വലാകിന്നി അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ, ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാക്കപ്പെടുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. കമാ ബുസിയത അലാ മൻ ഖബലക്കും, നിങ്ങൾക്ക് മുൻപുള്ള ആളുകൾക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ. ഫതനാഫസൂഹ കമാ തനാഫസൂഹ, അവർ അതിൽ മത്സരിച്ചതുപോലെ നിങ്ങളും ആ ദുനിയാവിന് വേണ്ടി മത്സരിക്കും. വതുഹ്ലികകും കമാ അഹ്ലക്തുഹും, അവരെ നശിപ്പിച്ചതുപോലെ, മുൻപുള്ള സമുദായത്തെ നശിപ്പിച്ചതുപോലെ ഈ ഒരു മാത്സര്യം അത് നിങ്ങളെയും നശിപ്പിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സമ്പത്ത് കുറഞ്ഞു പോകുമോ എന്ന പേടി വേണ്ട. സമ്പത്ത് ഒരിക്കലും അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഈ ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിട്ടില്ല. മറിച്ച് സമ്പത്ത് കുന്നുകൂടി അത് മുഖേന നമ്മൾ നശിച്ചു പോകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിട്ടുള്ളത്. അതേപോലെ സദഖയും നോമ്പും അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവന് സ്വർഗം നിർബന്ധമാകും എന്ന് പറയുന്ന ഹദീസ് കാണാം. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, നിങ്ങളിൽ ഇന്ന് ആരാണ് നോമ്പുകാരനായിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. ഖാല ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, നിങ്ങളിൽ ആരാണ് ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചിട്ടുള്ളത്, മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഖാല ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നൊരു മിസ്കീനിന് ഭക്ഷണം നൽകിയത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ ഞാനാണ്. വീണ്ടും ചോദിച്ചു, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, നിങ്ങളിൽ ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത്, രോഗസന്ദർശനം നടത്തിയിട്ടുള്ളത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്തമഅത് ഫി ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ കാര്യങ്ങൾ ഏതൊരുവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. നോമ്പുകാരനാണ്, മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്, ജനാസ നിസ്കരിച്ചിട്ടുണ്ട്, രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയോ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതേപോലെ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ
നമുക്ക് ബാക്കിയാകുന്നത് നമ്മൾ ചെലവഴിച്ച സമ്പത്താണ്. ബാക്കി എല്ലാ സമ്പത്തും നമ്മൾ ഈ ദുനിയാവിൽ ഇട്ടേച്ച് പോകാനുള്ളതാണ്. അതേപോലെ യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാണ് പിശിക്കുന്നത്? പിശിക്കുക എന്നത് മോശം സ്വഭാവമാണ്, ബുഖ്ല്, അതേപോലെ ശുഹ്. ഇതെല്ലാം അല്ലാഹു തആല ഖുർആനിൽ ആക്ഷേപിച്ചിട്ടുള്ള സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. പിശുക്ക് കാണിക്കുക എന്നത്, ധാരാളമായി നൽകുക എന്നതാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന സ്വഭാവം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ദുനിയാവിൽ ഇത്ര അധികം പേടിക്കുന്നത്? നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ. ആകെ നമുക്ക് വന്നിരുന്ന ഒന്നാമത്തെ റിസ്കിൻ്റെ മാർഗം എങ്ങനെയാണ്? ഉപജീവന മാർഗം ഉമ്മയുമായുള്ള പൊക്കൽ കൊടിയിലൂടെയുള്ള ആ വഴിയാണ് നമുക്ക് ആദ്യം റിസ്ക് ലഭിച്ചിരുന്നത്. അത് ജനിച്ച ഉടനെ അത് മുറിച്ചു അല്ലാഹു തആല അതിന് പകരം 2 ഉപജീവന മാർഗം, ഉമ്മയുടെ 2 മാറിടങ്ങൾ, അവൻ അതിലൂടെ പാല് നൽകി. ഇങ്ങനെ ഒന്ന് മുറിഞ്ഞു പോയാൽ അല്ലാഹു തആല അതിന് ഇരട്ടിയായി പുതിയ ഉപജീവന മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവൻ ഭയപ്പെടുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. നമ്മൾ എന്താണോ ചെലവഴിച്ചിട്ടുള്ളത് അതാണ് നമുക്ക് ബാക്കിയാകുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ വീട്ടിൽ നിന്ന് പോയി കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ആയിഷയോട് ചോദിച്ചു, എന്താണ് ആ ആടിൽ നിന്ന് ബാക്കിയായിട്ടുള്ളത്? ബാക്കി വല്ലതുമുണ്ടോ? ആയിഷ പറഞ്ഞു റളിയല്ലാഹു അൻഹ, മാ ബഖിയ മിൻഹാ ഇല്ലാ കതിഫുഹാ, അതിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗം, തോളുഭാഗം മാത്രം ബാക്കിയാണ്. ബാക്കിയെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി നോക്കൂ, ബഖിയ കുല്ലുഹാ ഗൈറ കതിഫിഹാ, എല്ലാം ബാക്കിയാണ്, ആ തോളിൻ്റെ ഭാഗമൊഴികെ ബാക്കിയെല്ലാം ബാക്കിയുണ്ട്, ആകെ ഇത് മാത്രമാണ് ബാക്കിയില്ലാത്തത്. അതായത് ആ കൊടുത്തതെല്ലാം അള്ളാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുന്നതാണ്, ഈ കുറച്ചൊഴികെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസ് കാണാം, യഖൂലുൽ അബ്ദ്, ഒരടിമ പറയുന്നു, മാലി മാലി, എൻ്റെ സമ്പത്തി എന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നമാ ലഹു മിൻ മാലിഹി സലാസ്, അവൻ്റെ സമ്പത്തിൽ നിന്ന് 3 കാര്യങ്ങളല്ലാതെ മറ്റൊന്നും അവനില്ല. മാ അകല ഫഅഫ്ന, അവൻ തിന്ന് കഴിഞ്ഞത്. ഔ ലബിസ ഫഅബ്ല, അവൻ ധരിച്ച് അത് നുരുമ്മിപ്പോയത്. ഔ അഅത ഫഖ്തന, അല്ലെങ്കിൽ അവൻ ചെലവഴിച്ച് നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കാനുള്ള കാര്യങ്ങൾ. ഇതല്ലാതെ ബാക്കിയുള്ളത് എന്താണ്? വമാ സിവാ ദാലിക ഹുവ ദാഹിബുൻ, അതിനു പുറമെയുള്ള കാര്യങ്ങളെല്ലാം പോകുന്നതാണ്. വതാരികുഹു ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അവൻ ഒഴിച്ചിട്ടതാണ്. അല്ലേ, നമ്മൾ ബാക്കിയാക്കി പോകുന്ന സമ്പത്ത് അത് നമ്മുടേതല്ല, അനന്തരാവകാശികൾ എടുക്കും, അവരില്ലെങ്കിൽ മറ്റാളുകൾ എടുക്കും, മറ്റുള്ളവർക്ക് ലഭിക്കാനുള്ളതാണ് ആ സമ്പത്ത്. എന്നാൽ നമ്മൾ കൊടുത്ത ഒരു ചെറിയ തുകയാണ് എങ്കിലും വലുതാണ് എങ്കിലും അല്ലാഹു തആല നമുക്ക് എത്രയാണോ നൽകിയത് അതിനനുസരിച്ച് നമ്മൾ ചെലവഴിക്കുകയാണ് എങ്കിൽ അല്ലാഹു തആല നാളെ പരലോകത്ത് അതിൻ്റെ ഇരട്ടിയായി അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. ഇത് കുറച്ചോ കൂടുതലോ എന്ന അളവല്ല, എത്ര കൊടുത്താലും അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകുന്നതാണ്. ആയിഷയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, യാ ആയിഷ ഇഷ്തരി മിനൻ നാർ, നീ നിന്റെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. വലോ ബിശിഖി തംറ, ഒരു ഈത്തപ്പഴം അത് സദഖ കൊടുത്തിട്ടാണ് എങ്കിലും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മെ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു ഹദീസുണ്ട്, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ഇല്ലാ സയുകല്ലിമുഹുല്ലാഹ്, അല്ലാഹു അവനോട് സംസാരിക്കാത്തവനായി, ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അവനും അല്ലാഹുവിനും ഇടയിൽ ഒരു തർജുമാൻ, ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവുകയില്ല. ഫയൻദുറു അയ്മന മിൻ, അവന്റെ വലതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറ ഇല്ലാ മാ ഖദ്ദം, അവൻ ചെയ്തു വെച്ച പ്രവൃത്തികളല്ലാതെ മറ്റൊന്നും അവിടെ കാണുകയില്ല. വയൻദുറു അശ്അമ മിൻ, അവന്റെ ഇടതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറ ഇല്ലാ മാ ഖദ്ദം, അവൻ ചെയ്തതല്ലാതെ മറ്റൊരു പ്രവൃത്തിയും അവിടെ കാണുകയില്ല. വയൻദുറു ബൈന യദൈഹി, അവൻ മുൻപിലേക്ക് നോക്കും. ഫലാ യറ ഇല്ല നാറ തിൽഖാഅ വജ്ഹിഹി, അവൻ മുൻപിൽ കാണുന്നത് നരകം മാത്രമാണ്. ഫത്തഖുന്നാറ, അതുകൊണ്ട് നിങ്ങൾ ആ നരകത്തെ സൂക്ഷിക്കണം. വലോ ബിശിഖി തംറ, ഒരു ഈത്തപ്പഴം സദഖ കൊടുത്തിട്ടാണ് എങ്കിലും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, യാ മഅ്ശറൻ നിസാ, സ്ത്രീകളെ തസദ്ദഖ്ന, നിങ്ങൾ സ്വതക്ക ചെയ്യണം, വഅക്സിർന മിനൽ ഇസ്തിഗ്ഫാർ, ധാരാളമായി അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണം. കാരണം എന്താണ്? ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിൻ നാർ, നരകക്കാരിൽ ഏറ്റവും കൂടുതലായി ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളെയാണ്, സ്ത്രീകളെയാണ്. അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി ചെലവഴിക്കണം. എന്തിനു വേണ്ടിയാണ്? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി. അതേപോലെ ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണം. എന്തിനു വേണ്ടിയാണ്? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി. അള്ളാഹു തആല എത്ര ചെറുത് ചെലവഴിച്ചാലും എത്ര വലുത് ചെലവഴിച്ചാലും അള്ളാഹു അത് ഇരട്ടി ഇരട്ടിയായി അതിൻ്റെ പ്രതിഫലം നൽകുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തസദ്ദഖ അഹദുൻ ബിസദഖത്തിൻ മിൻ തയ്യിബിൻ വലാ യഖ്ബലു അല്ലാഹു ഇല്ലാ തയ്യിബ്. ഒരാൾ അവൻ്റെ സമ്പത്തിൽ നിന്ന് ഏറ്റവും വിശിഷ്ടമായത് ചെലവഴിക്കുന്നു, അള്ളാഹു വിശിഷ്ടമായതല്ലാതെ സ്വീകരിക്കുകയില്ല. ഹലാലല്ലാതെ സമ്പാദിക്കാൻ പാടില്ല. സമ്പാദിച്ചതിനെക്കുറിച്ച് രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, എവിടെ നിന്നാണ് അവൻ സമ്പാദിച്ചത്, അതേപോലെ എവിടെയാണ് ചെലവഴിച്ചത്. ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളുണ്ട് നാളെ പരലോകത്തെത്തി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഹറാമായത് ഒരിക്കലും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ ഒരു യാത്രക്കാരനാണ്, അവൻ്റെ മുടി ജട പിടിച്ചിട്ടുണ്ട്, അതേപോലെ ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള എല്ലാ കാരണങ്ങളും അവൻ്റെ കയ്യിലുണ്ട്. എന്നാൽ അവന് ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല. കാരണം എന്താണ്? അവൻ്റെ വസ്ത്രം ഹറാമിലൂടെയാണ് സമ്പാദിച്ചിട്ടുള്ളത്, അവൻ്റെ ഭക്ഷണം ഹറാമാണ്, അവൻ വളർന്നിട്ടുള്ളത് മുഴുവൻ ഹറാമിലൂടെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അവൻ എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക? അതുകൊണ്ട് ദുആക്ക് ഉത്തരം ലഭിക്കുകയില്ല. ഇങ്ങനെ ഹറാമുകൾ തിന്നു വളർന്ന ഒരു ശരീരം, അതിന് ഫന്നാറു ഔലാബി, അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നരകമാണ് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് അവൻ ചെലവഴിക്കുന്നു. അള്ളാഹു അങ്ങനെ നല്ലതല്ലാതെ സ്വീകരിക്കുകയില്ല. അങ്ങനെയാണ് എങ്കിൽ ഇല്ല അഖദഹു റഹ്മാനു ബിയമീനി, അള്ളാഹു വലതുകൊണ്ട് അത് സ്വീകരിക്കുന്നതാണ്. വഇൻ കാനത് തംറതൻ, അതൊരു ഈത്തപ്പഴമാണ് എങ്കിലും ഫതർബു ഫീ കഫി റഹ്മാൻ, അള്ളാഹുവിൻ്റെ കഫിൽ, അള്ളാഹുവിൻ്റെ കയ്യിൽ അത് അവൻ വളർത്തും. ഹത്താ തകൂന അഅ്ളമ മിനൽ ജബൽ, അത് മലകളെക്കാൾ വലുതാകുന്നതാണ്. കമാ യുറബ്ബി അഹദുക്കും ഫലുവഹു ഔ ഫസീലഹു, നിങ്ങളിൽ ഒരാൾ ഒരൊട്ടകക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ അള്ളാഹു തആല അതിനെ വളർത്തി വലുതാക്കുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ചെറിയ പൈസയാണെങ്കിൽ ഒരു 10 രൂപ, ഒരു 100 രൂപ, 1000 രൂപ, ഓരോ ആളുകളുടെ അവസ്ഥക്കനുസരിച്ചാണ്. എത്രയാണോ അത്, എത്ര കുറഞ്ഞാലും കൂടുതലായാലും നല്ല നിയ്യത്തോടെ ഇഖ്ലാസോടെയാണ് കൊടുക്കുന്നത് എങ്കിൽ അള്ളാഹു തആല അതിൻ്റെ പ്രതിഫലം അത് അവൻ നൽകാതിരിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉപമ എങ്ങനെയാണ്? ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. യഥാർത്ഥത്തിൽ സബീലുല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ജിഹാദാണ് അവിടെ ഉദ്ദേശിക്കുക. സ്വതക്കയുടെ സക്കാത്തിൻ്റെ വിഷയത്തിലുള്ള സബീൽ അവിടെ ജിഹാദാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതല്ലാത്ത എല്ലാ നന്മയുടെ മാർഗങ്ങളും ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണിത് സബീലില്ല, ഫീ സബീലില്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവൻ്റെ ഉപമ എന്താണ്? പിന്നെ ഇവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ 2 നിബന്ധനയുണ്ട് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ച് പറയുന്നത്. ഒന്ന്, ഇഖ്ലാസോടെ ആയിരിക്കണം, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം ചെലവഴിക്കേണ്ടത്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ ശറഅ്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ചെലവഴിക്കേണ്ടത്. ബിദ്അത്തുകൾ അതേപോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിച്ചാൽ അത് ഇതിൽ പെടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ബിദ്അത്തുകൾക്ക് ഒരാൾ സമ്പത്ത് ചെലവഴിക്കുന്നു, ഉദാഹരണത്തിന് ഇതിൻ്റെ ആഘോഷത്തിന്, അതിൻ്റെ കാര്യങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കുന്നു, അത് ഉപകാരത്തിൽ പെടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിൻ്റെ ഉപമ എങ്ങനെയാണ്? കമസലി ഹബ്ബത്തിൻ, അതൊരു ധാന്യം പോലെയാണ്. അംബതത് സബഅ സനാബിൽ, ആ ധാന്യമാകട്ടെ 7 വിളകൾ അത് പുറത്തെടുത്തു. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 7 കതിരുകൾ, അതിൽ ഓരോ കതിരുകളിലും 100ഓളം ധാന്യങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നു. അതേപോലെയാണ് വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകുന്നതാണ്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലമായി നൽകുന്നവനും. അതേപോലെ നിങ്ങൾ ചെലവഴിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി
അറിയുന്നവനുമാണ്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദാ, എന്നിട്ട് ആ ചെലവഴിച്ചതിന് ശേഷം മന്ന് ചെയ്യാത്തവർ, അതെടുത്തു പറഞ്ഞ് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക, അതേപോലെ മറ്റു രീതികളിൽ കൊടുത്ത ആളുകളെ ഉപദ്രവിക്കുക, ഇങ്ങനെ ചെയ്യാത്ത ആളുകൾ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്നാണ്. വലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടതില്ല. വലാ ഹും യഹ്സനൂൻ, അവർ വിഷമിക്കേണ്ടതില്ല. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തുബ്തിലു സദഖാതികും, നിങ്ങളുടെ സദഖകൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. ബിൽ മന്നി വൽ അദാ, എടുത്തു പറഞ്ഞുകൊണ്ട്, അതേപോലെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്ത സദഖകൾ അത് നിങ്ങൾ ബാത്തിലാക്കി കളയരുത് എന്നാണ്. കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്, ജനങ്ങൾ കാണുന്നതിനു വേണ്ടി സദഖ കൊടുക്കുന്നവർ. വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അതേപോലെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ. ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബ്, അവൻ്റെ ഉദാഹരണം ഒരു പാറ പോലെയാണ്. അലൈഹി തുറാബ്, ആ പാറയുടെ മുകളിൽ മണ്ണുണ്ട്. ഫഅസാബഹു വാബിലുൻ, ആ പാറയുടെ മുകളിലേക്ക് മഴ വന്നിറങ്ങി. ഫതറകഹു സൽദ, മഴ പെയ്തപ്പോൾ ആ മണ്ണ് മുഴുവൻ നീങ്ങിപ്പോയി, അതൊരു മൊട്ടപ്പാറയായി മാറി. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അല്ലാഹു അവൻ്റെ മാർഗത്തിൽ അല്ലാതെ ചെലവഴിക്കുന്ന ആളുകൾ, അതേപോലെ അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ ചെലവഴിക്കുന്ന ആളുകൾ, റിയാ, ആളുകൾ കാണുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ, അവരുടെ ഉപമ പറയുകയാണ്, അതൊരു കല്ല് പോലെയാണ്, അത് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല. എന്നാൽ ഈ സദഖ കൊടുക്കുക എന്നത് അത് മണ്ണ് പോലെയാണ്, അതിൻ്റെ മുകളിലുള്ള ഒരു മണ്ണ്. അത് കണ്ടാൽ നമുക്ക് തോന്നും അത് ഉപകാരം ചെയ്യുന്ന കാര്യമാണ് എന്ന്. മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു പാറ, ഉള്ളിൽ പാറയാണ്, മുകളിൽ നിറച്ച് മണ്ണാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ മഴ വന്നു കഴിഞ്ഞാൽ ആ മണ്ണ് മുഴുവൻ ഒലിച്ചു പോകും. അതേപോലെ അവൻ കൊടുത്ത സദഖ അത് മുഴുവൻ ഒലിച്ചു പോകുന്നതാണ്, ഒരു ഉപകാരവും ചെയ്യുകയില്ല. അതേപോലെ പ്രിയമുള്ളവരെ, സദഖ എന്ന് പറയുമ്പോൾ അത് വിശാലമായ ഒരു ബാബാണ്. അത് സമ്പത്ത് ചെലവഴിക്കുക എന്നത് മാത്രമല്ല അതിൽ വരുന്നത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക എന്നത് സദഖയാണ്. സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നത് സദഖയാണ്. വ അംറും ബിൽ മഅറൂഫ്, നന്മ പറഞ്ഞു കൊടുക്കുക, നന്മ കൽപ്പിക്കുക എന്നത് സദഖയാണ്. വ നഹ്യുക അനിൽ മുൻകരി സദഖ, തിന്മ വിലക്കുക എന്നത് സദഖയാണ്. അതേപോലെ വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുക, വഴി അറിയാത്ത ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ളതെല്ലാം സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അതേപോലെ വൽ കലിമതു അത്വയ്യിബതു സദഖ, നല്ല വാക്ക് പറയുക എന്നത് സദഖയാണ്. വകുല്ലു ഖുത്വത്തിൻ തംശീഹാ ഇല സ്വലാത്തി സദഖ, മസ്ജിദിലേക്ക് നടന്നു വരുന്ന ഓരോ കാലടിയും സദഖയാണ് എന്നാണ്, പ്രതിഫലമുള്ളതാണ്. തുമിയത്തുൽ അദാ അനി ത്വരീഖ് സദഖ, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുക എന്നതും സദഖയാണ്. അത് നല്ല ഉദ്ദേശത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, ഇഖ്ലാസോടെ അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതിലെല്ലാം പ്രതിഫലമാണ്. നമ്മുടെ ഭാര്യമാർക്കും മക്കൾ, അങ്ങനെ നമ്മെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ചെലവഴിക്കുന്ന ആളുകളാണ്. അവിടെയെല്ലാം നമ്മുടെ നിയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ അതിനൊരുപാട് പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുക. നിയ്യത്ത് നന്നാക്കിയാൽ മതി, നമ്മൾ ചെലവഴിക്കുന്നതിന് അല്ലാഹു തആല ഇരട്ടിയായി പ്രതിഫലം നൽകും. അതേപോലെ നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, ചെലവഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്ക് പ്രാർത്ഥിക്കുമെന്നാണ്. എല്ലാ ദിവസവും 2 മലക്കുകൾ അവർ ചെലവഴിക്കുന്നവർക്ക് വീണ്ടും നൽകണേ, എന്നാൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് അവൻ്റെ സമ്പത്തിൽ നഷ്ടമുണ്ടാക്കണമേ എന്ന് 2 മലക്കുകൾ പ്രാർത്ഥിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. അങ്ങനെ സ്വഹാബത്ത് എങ്ങനെയായിരുന്നു സദഖ ചെയ്തിരുന്നത്, അവരുടെ സദഖയുടെ ഉദാഹരണങ്ങൾ, അവർ ചെലവഴിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ, അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരുന്നു അവർ ചെലവഴിച്ചിരുന്നത്.
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് സമ്പത്ത് ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള പകുതി സമ്പത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അൽയൗമ അസ്ബിഖു അബാ ബക്രിൻ, ഞാൻ എന്നെങ്കിലും ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻകടക്കുമെങ്കിൽ ഇന്ന് ഞാൻ മുൻകടക്കും. കാരണം എൻ്റെ സമ്പത്തിൻ്റെ പകുതിയുമായിട്ടാണ് ഞാൻ പോകുന്നത്. ഫജിഅ്തു ബിനിസ്ഫി മാലി, എൻ്റെ സമ്പത്തിൻ്റെ പകുതിയുമായി ഞാൻ പോകുന്നു. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ എന്നോട് ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക്, നീ എന്താണ് നിന്റെ കുടുംബത്തിന് ബാക്കി വെച്ചിട്ടുള്ളത്? ഫഖുൽതു മിസ്ലഹു, ഇതേപോലെ തന്നെ പകുതി ഞാൻ കൊണ്ടുവന്നു, പകുതി ബാക്കിയുണ്ട്. വഅതാ അബൂബക്രിൻ ബികുല്ലി മാ ഇൻദഹു, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ് അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള മുഴുവൻ സമ്പത്തുമായി. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്, താങ്കൾ എന്താണ് താങ്കളുടെ കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ളത്? ഖാല അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും മാത്രമാണ് അവർക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വിഷയത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻകടക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച സഹാബിയാണ്. മുസ്ലിമീങ്ങൾക്ക് വെള്ളവുമായി ബന്ധപ്പെട്ട് പ്രയാസമുണ്ടായ സമയത്ത് ആരാണോ ആ റൂമാ കിണർ അത് വാങ്ങുന്നത് അവന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞതിനെ തുടർന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണർ വാങ്ങുകയും മുസ്ലിമീങ്ങൾക്ക് വഖഫായി നൽകുകയും ചെയ്തു. അതേപോലെ ജയ്ഷ് അൽ ഉസ്റ, നമ്മൾ മുൻപ് പറഞ്ഞ തബൂക്കിലേക്ക് പോകുന്ന സൈന്യം, അതിനെ തയ്യാറാക്കുന്നത് ആരാണോ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് ഒരുപാട് സമ്പത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും ആ സൈന്യത്തെ തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് ഒരുപാട് ശ്രേഷ്ഠതകൾ നേടിത്തരുന്ന കാര്യമാണ്. അത് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു ഇബാദത്താണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നൽകുന്ന ഒരു ഇബാദത്താണ് നമ്മൾ ചെലവഴിക്കുക എന്നത്. അത് ഖുർബത്താണ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ ഹുബ്ബ്, അവൻ്റെ സ്നേഹം, അതേപോലെ അവൻ്റെ തൃപ്തി നമുക്ക് നേടിത്തരുന്ന കാര്യമാണ് സമ്പത്ത് ചെലവഴിക്കുക എന്നത്. അതേപോലെ നമ്മുടെ സമ്പത്തിനുള്ള ഒരു സംരക്ഷണമാണ്. മുമ്പ് പറഞ്ഞതുപോലെ സമ്പത്ത് ചെലവഴിക്കുക എന്നത് അവൻ്റെ സമ്പത്തിനുള്ള ഒരു സംരക്ഷണം കൂടിയാണ്. അതേപോലെ അവന് ദുനിയാവിനോടുള്ള സുഹൃത്തുണ്ട് എന്ന് അറിയിക്കുന്ന കാര്യമാണ്. ദുനിയാവിനോടുള്ള ആർത്തി അവനിൽ കുറവാണ് എന്നറിയിക്കുന്ന കാര്യമാണ് അവൻ സമ്പാദിച്ച ആ സമ്പാദ്യം ചെലവഴിക്കുക എന്നത്. യഥാർത്ഥത്തിൽ ദുനിയാവിനോട് സ്വാഭാവികമായും മനുഷ്യന് സ്നേഹമുണ്ടാകും, ഹുബ്ബുണ്ടാകും. സമ്പത്തിനോട്, അതേപോലുള്ള കാര്യങ്ങളോട് മനുഷ്യന് സ്വാഭാവികമായും ഹുബ്ബുണ്ടാകും. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. എന്തുകൊണ്ടാണത്? നമ്മൾ ആ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ഈ ദുനിയാവിനോടുള്ള സ്നേഹം, അതിനേക്കാൾ നമുക്ക് സ്നേഹം അള്ളാഹുവിനോടാണ് എന്ന് തെളിയിക്കുന്നതാണ് ആ കാര്യം. അള്ളാഹുവിനോടാണ് ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടം, പ്രിയമുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സമ്പത്തിനോട് ഇഷ്ടമുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാനത് ചെലവഴിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടിത്തരുന്ന കാര്യമാണ് അങ്ങനെ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത്. ഇനി സഹാബത്തിൻ്റെ ഒരു പരാതി നമുക്ക് കാണാം. സഹാബിമാരിൽപ്പെട്ട ഫുഖറാക്കളായ ദരിദ്രരായിട്ടുള്ള ആളുകൾ, അവർ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്താണ് അവരുടെ പരാതി? ഫുഖറാ അൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിൽപ്പെട്ട ഫഖീറുകൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ, അതൗ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. ഫഖാലു, അവർ പറഞ്ഞു, ദഹബ അഹ്ലു ദുസൂരി ബിദ്ദറജാതിൽ ഉലാ വന്നഈമിൽ മുഖീം, ഒരുപാട് സമ്പത്തുള്ള ആളുകൾ, അവർ എല്ലാ പ്രതിഫലവും ആയി പോയിരിക്കുന്നു, അവർ എല്ലാ പ്രതിഫലവും നേടിയിരിക്കുന്നു. അതേപോലെ ഉന്നതമായ പദവികൾ അവർ നേടിയിരിക്കുന്നു, അതേപോലെ സ്വർഗം അവർ നേടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ ദാക്, എന്താണത്?
അവർ പറഞ്ഞു യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ തന്നെ അവരും നിസ്കരിക്കുന്നു. വയസൂമൂന കമാ നസൂം, നമ്മൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നുണ്ട്. വയതസദ്ദഖൂന, എന്നാൽ അതിനേക്കാൾ കൂടുതലായി അവർ എന്താണ് ചെയ്യുന്നത്? അവർ സദഖ നൽകുന്നുണ്ട്, മറ്റുള്ള ആളുകൾക്ക് നൽകുന്നുണ്ട്. വലാ നതസദ്ദഖ്, ഞങ്ങളാകട്ടെ ഒന്നും നൽകുന്നില്ല, കാരണം ഞങ്ങളുടെ കയ്യിലില്ല. വയഅ്തിഖൂന വലാ നുഅ്തിഖ്, അവർ അടിമകളെ മോചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്കാകട്ടെ അത് മോചിപ്പിക്കാനുള്ള സമ്പത്തില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അഫലാ ഉഅല്ലിമുകും ഷൈഅൻ തുദ്രികൂന ബിഹി മൻ സബഖകും, നിങ്ങൾ ഈ പറഞ്ഞ ആളുകളെല്ലാം മുൻകടക്കാൻ പറ്റിയ ഒരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെയോ? വതസ്ബിഖൂന ബിഹി മൻ ബഅദകും, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകളെക്കാൾ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റിയ കാര്യം. വലാ യകൂനു അഹദുൻ അഫ്ളല മിൻകും ഇല്ലാ മൻ സനഅ മിസ്ല മാ സനഅതും, ഇതേപോലുള്ളത് ചെയ്താലല്ലാതെ അവർക്ക് ഉന്നതമായ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള കാര്യം പറഞ്ഞു തരട്ടെയോ? അവർ പറഞ്ഞു ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ അതെ. തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂന ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന് ശേഷവും തസ്ബീഹും തഹ്മീദും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് പറയാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു. നമ്മളെല്ലാവരും നിസ്കാരത്തിന് ശേഷം പറയുന്ന ആ ദിക്ർ 33 തവണ ചൊല്ലുന്ന ആ ദിക്ർ, അത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവർ പോയി, വീണ്ടും അവർ തിരിച്ചു വന്നു. ഫറജഅ ഫുഖറാഉൽ മുഹാജിരീൻ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വീണ്ടും വന്നുകൊണ്ട് പറഞ്ഞു, സമിഅ ഇഖ്വാനുനാ അഹ്ലുൽ അംവാൽ, സമ്പത്തുള്ള ആളുകൾ എന്ത് ചെയ്തു? ഈ കാര്യവും അവർ കേട്ടു. ഫഫഅലു മിസ്ല, അങ്ങനെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അവരും ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അല്ലാഹുവിൻ്റെ ഫദ്ലാണ്, അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്, അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. ഇവിടെ പരാതി എന്താണ്? സമ്പത്തുണ്ട്, അതുകൊണ്ട് ദുനിയാവിൽ അവർ അടിച്ചു പൊളിക്കുന്നു എന്നതല്ല, മറിച്ച് നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷേ നമ്മുടെ കയ്യിൽ സമ്പത്തില്ല. അവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, ആ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിലേക്ക് അവർ അടുക്കുന്നു, ദാനം ചെയ്യുന്നു, അടിമകളെ മോചിപ്പിക്കുന്നു. അതാണ് അവരുടെ പരാതി. അതേപോലെ ചെയ്യാൻ നമ്മുടെ കയ്യിൽ സമ്പത്തില്ല എന്നാണ് ഫുഖറാക്കളായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള മുഹാജിരീങ്ങൾ പരാതിപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്തു ചെയ്യുന്നതിനു വേണ്ടി. അങ്ങനെ ഇത് അവർ കേട്ടു, അവർ ഇതും ചെയ്യാൻ തുടങ്ങി. സമ്പത്തുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അത് അല്ലാഹുവിൻ്റെ ഫദ്ലാണ്, അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ തക്ബീറുകൾ, തഹ്മീദുകൾ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതേപോലെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതൊക്കെ സദഖയാണ്. കുല്ലു തഹ്ലീലത്തിൻ സദഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് സദഖയാണ്. വഅംറുൻ ബിൽ മഅറൂഫി സദഖ, നന്മ കൽപ്പിക്കുക എന്നത് സദഖയാണ്. അതേപോലെ നഹ്യുൻ അൻ മുൻകരിൻ സദഖ, തിന്മ വിരോധിക്കുക എന്നത് സദഖയാണ്. വഫീ ബുദ്ഇ അഹദികും സദഖ, നിങ്ങൾ ഒരാൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും സദഖയാണ് എന്നാണ്. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയഅതി അഹദുനാ ശഹവതഹു വയകൂന ലഹു ഫീഹാ അജ്ർ, അതിനും നമുക്ക് പ്രതിഫലമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്തും ലൗ വളഅഹാ ഫീ ഹറാം, നീ അത് ഹറാമിലൂടെയാണ് ചെയ്തത് എങ്കിൽ അകാന അലൈഹി ഫീഹാ വിസ്ർ, അതിന് തിന്മയില്ലേ, അതിന് കുറ്റമില്ലേ? ഫകദാലിക ഇദാ വളഅഹാ ഫിൽ ഹലാൽ, അതേപോലെ നിന്റെ ശഹവത്ത്, നിന്റെ ആഗ്രഹം അത് ഹലാലായ മാർഗത്തിൽ അത് വിനിയോഗിച്ചാൽ, ഹലാലായ മാർഗത്തിലൂടെ അത് ഉപയോഗിച്ചാൽ കാന ലഹു അജ്ർ, അതിനും അവന് പ്രതിഫലമുണ്ട് എന്നതാണ്. അതേപോലെ സദഖ കൊടുക്കുക എന്നത് ഒരു വിശ്വാസി, അവൻ യഥാർത്ഥ വിശ്വാസിയാണ് എന്നതിൻ്റെ തെളിവാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സദഖത്തു ബുർഹാൻ, അത് തെളിവാണ്, അവൻ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാണ് എന്നതിനുള്ള തെളിവാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സദഖ കൊടുക്കുക എന്നത് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഐ ബുർഹാനുൻ അലാ സിഹ്ഹത്തിൽ ഈമാനിൽ മുത്തസദ്ദിഖ്, അവൻ യഥാർത്ഥ വിശ്വാസിയാണ് എന്നതിനുള്ള തെളിവാണ്. ഔ അലാ അന്നഹു ലൈസ മിനൽ മുനാഫിഖീൻ, അല്ലെങ്കിൽ അവൻ നിഫാഖ് മുനാഫിഖ് അല്ല എന്നതിനുള്ള തെളിവാണ്, അവൻ സമ്പത്ത് ചെലവഴിക്കുന്നു എന്നത്. ഔ അലാ സിഹ്ഹത്തി മഹബ്ബത്തിൽ മുത്തസദ്ദിഖ് ലില്ലാഹ് വലമ്മ ലദൈഹി മിന സവാബ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം
പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കുന്നവൻ അവൻ്റെ ഈമാനിനുള്ള തെളിവാണത്. കാരണം എന്താണ്? ഇത് ഖദ് ആസറ മഹബ്ബത്ത് അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് അവൻ കൂടുതൽ സ്ഥാനം നൽകി. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലത്തിന് അവൻ കൂടുതൽ സ്ഥാനം നൽകി. എന്തിനേക്കാളും അവൻ്റെ ഹൃദയത്തിലുള്ള ആ സമ്പത്തിനോടുള്ള ഇഷ്ടത്തെക്കാളും കൂടുതൽ അവൻ സ്ഥാനം നൽകുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ അത് സ്വതക്ക നൽകുക, മറ്റുള്ളവർക്ക് നൽകുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിത്തരുന്ന കാര്യമാണ്. അള്ളാഹു എത്രയാണ് ഖുർആനിൽ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഫത്തഖുല്ലാഹ മുസ്തദഅതും, നിങ്ങൾ അള്ളാഹുവിനെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കുക. വസ്മഉ വഅതിഉ വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. വഅൻഫിഖു, നിങ്ങൾ ചെലവഴിക്കുക. ഖൈറൻ ലിഅൻഫുസികും, അതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. വമൻ യൂഖ ശുഹ്ഹ നഫ്സി, ആരാണോ തൻ്റെ പിശുക്കിൽ നിന്ന്, സ്വന്തം നഫ്സിനുണ്ടാകുന്ന ആ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയികൾ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും, അല്ലാഹു മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ ശരീരം വാങ്ങിയിരിക്കുന്നു. വഅംവാലഹും, അവരുടെ സമ്പത്തും അല്ലാഹു വാങ്ങിയിരിക്കുന്നു. ബിഅന്ന ലഹുമുൽ ജന്ന, എന്താണ് അവർക്ക് അല്ലാഹു പകരം നൽകുന്നത്? ബിഅന്ന ലഹുമുൽ ജന്ന, അല്ലാഹു അവർക്ക് പകരം നൽകുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിന് പകരമായി നമ്മുടെ ശരീരവും സമ്പാദ്യവും നമ്മൾ അല്ലാഹുവിന് വേണ്ടി നൽകുകയാണ്. ഫസ്തബ്ശിറു, അതിൻ്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു ഫസ്തബ്ശിറു ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി, അതുകൊണ്ട് ഈ കച്ചവടം, അല്ലാഹുമായി ചെയ്തിട്ടുള്ള ഈ കച്ചവടത്തിൻ്റെ പേരിൽ നിങ്ങൾ സന്തോഷിക്കുക. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അതിന് പകരം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞതായി കാണാം. അതേപോലെ സൂറത്തു ആലി ഇംറാനിലെ 92-ാമത്തെ ആയത്ത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങളിൽ ഒരാൾക്കും ബിർറ് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ചെലവഴിക്കാത്തത്രയും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും ചെലവഴിക്കുന്നത്രയും നിങ്ങൾക്ക് ബിർറ് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ചെലവഴിക്കാതെ നിങ്ങൾക്ക് ബിർറ്, പുണ്യം നേടിയെടുക്കാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ പുണ്യത്തിൻ്റെ പ്രതിഫലം അത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നതാണ്. ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ്, ഇങ്ങനെയുള്ള സഹാബിമാർ അതിന് തഫ്സീർ നൽകിയിട്ടുള്ളത് സ്വർഗമാണ്. സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുകയില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ചെലവഴിക്കാതെ. ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ ആയത്ത് കേട്ടപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബിറുഹാ, എനിക്ക് സമ്പത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിറുഹായാണ്. അത് വഅന്നഹ സദഖ, ഞാനത് അള്ളാഹുവിനും റസൂലിനുമായി സദഖ ചെയ്യുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ തോട്ടം അത് അള്ളാഹുവിന് വേണ്ടി നൽകുകയാണ്. ഈ ആയത്ത് അവതരിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അത് നിന്റെ കുടുംബക്കാർക്കും അതേപോലെ മറ്റുള്ളവർക്കും വേണ്ടി വഖഫ് ചെയ്യുക. അദ്ദേഹം അതേപോലെ വഖഫ് ചെയ്തു ആ തോട്ടം. അതേപോലെ മറ്റു സംഭവങ്ങൾ ഒരുപാട് നമുക്ക് കാണാവുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാം, ലം അജിദ് ഷൈഅൻ അഹബ്ബ ഇലയ്യ, എനിക്ക് ഒരു റോമക്കാരിയായ അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, അവരെക്കാൾ പ്രിയമുള്ള മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ ഈ ആയത്ത് ഇറങ്ങിയതിനെ തുടർന്ന് ഞാൻ അവരെ മോചിപ്പിച്ചു. അതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനും ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് അവതരിച്ചതിനെ തുടർന്ന് മോചിപ്പിക്കുകയാണ്. അങ്ങനെ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്ന സമ്പത്ത്, ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് അവർ ചെലവഴിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ, കാഫിരീങ്ങൾ, അവിശ്വാസികളായിക്കൊണ്ട് മരണപ്പെട്ട ആളുകൾ, ഫലൻ യുഖ്ബല മിൻ അഹദിഹിം, അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, മിൽഉൽ അർദി ദഹബൻ, അവർ ഭൂമിയോളം സമ്പത്ത് ചെലവഴിച്ചാലും
അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. വമാ ലഹും മിൻ നാസിരീൻ, അവർക്കൊരു സഹായികളും ഉണ്ടാവുകയില്ല. ഈ ആയത്തിനെ തുടർന്ന് വിശദീകരണത്തിൽ തഫ്സീറുകളിൽ നമുക്ക് കാണാം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഖിയാമത്ത് നാളിൽ കാഫിരീങ്ങൾ വരും, അവരോട് ചോദിക്കപ്പെടും, നിനക്ക് ഭൂമിയോളം സ്വർണമുണ്ടായിരുന്നെങ്കിൽ അത് നീ എൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമായിരുന്നോ? അവർ പറഞ്ഞു, നഅം, അതെ. ആ സമയത്ത് തിരിച്ചു ചോദിക്കപ്പെടും, നിന്നോട് ഇതിനേക്കാൾ എത്രയോ എളുപ്പമുള്ള കാര്യമാണ് ഞാൻ കൽപ്പിച്ചിട്ടുള്ളത്. എന്താണത്? ലാ തുശ്രിക് ബി ഷൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഫഅബൈത ഇല്ല ശിർക്ക്, നീയാകട്ടെ പങ്കു ചേർക്കുക എന്നതല്ലാതെ വേറൊന്നും ചെയ്തിട്ടുമില്ല. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഭൂമിയോളം സ്വർണമുണ്ടായിരുന്നെങ്കിലും അത് അള്ളാഹുവിനു വേണ്ടി ചെലവഴിക്കും എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ വിശ്വാസമില്ല എങ്കിൽ യാതൊരു കാര്യവും എത്ര ചെലവഴിച്ചിട്ടുമില്ല. എത്ര ചെലവഴിച്ചാലും അള്ളാഹുവിൽ വിശ്വാസമില്ല എങ്കിൽ അള്ളാഹു തആല അത് സ്വീകരിക്കുകയില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം അത് പ്രധാനപ്പെട്ടതാണ്. സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ സമ്പത്ത് ചെലവഴിച്ചതിന് വീണ്ടും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അബൂ ദഹ്ദാഹിൻ്റെ കഥ, അതുമായി ബന്ധപ്പെട്ട സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേട്ടു. ആരെങ്കിലും ആ ഈത്തപ്പന വാങ്ങിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവനൊരു ഈത്തപ്പന ഉണ്ടാകുമെന്ന് പറഞ്ഞു. ചുരുക്കി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ തോട്ടം വിറ്റുകൊണ്ട് ആ ഈത്തപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വാങ്ങി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരാൾക്ക് കൊടുക്കുന്നതിനു വേണ്ടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കച്ചവടം അത് ലാഭകരമായിട്ടുള്ള കച്ചവടമാണ്. അങ്ങനെ തൻ്റെ ആ തോട്ടം ഒരു ഈത്തപ്പന അതിന് പകരമായി വിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് പോയി. അവരുടെ ആ തോട്ടം അതിലുള്ള വീട്ടിലുള്ള ഭാര്യയുടെ അടുക്കലേക്ക് പോയി. സാലിഹത്തായ ഭാര്യയാണ്. അവരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ സ്വർഗത്തിലൊരു ഈത്തപ്പന ലഭിക്കുന്നതിനു വേണ്ടി ഈ തോട്ടം മുഴുവൻ വിറ്റിരിക്കുന്നു. അവർ തിരിച്ചു പറഞ്ഞത്, റബിഹൽ ബൈ, ഈ കച്ചവടം അത് ലാഭകരമായിട്ടുള്ള കച്ചവടമാണ്. ചില റിവായത്തുകളിലുള്ളത് 600ഓളം ഈത്തപ്പനകളുള്ള തോട്ടമായിരുന്നു. അത് ഒരു ഈത്തപ്പനക്ക് പകരമായി അദ്ദേഹം വിറ്റു എന്നതാണ്. സാലിഹത്തായ അവരുടെ ഭാര്യ പറഞ്ഞത്, അങ്ങനെയാണ് എങ്കിൽ ലാഭം നേടിയിരിക്കുന്നു. കാരണം സ്വർഗത്തിലൊരു ഈത്തപ്പന ഉണ്ടാവുക എന്നത് അതിൻ്റെ അർത്ഥം എന്താണ്? ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ സദഖ കൊടുക്കുന്ന ആളുകൾക്ക് നാളെ സ്വർഗത്തിലേക്ക് പ്രത്യേകമായൊരു വാതിലുണ്ട്. ബാബു സദഖ, സദഖയുടെ വാതിൽ. നോമ്പുകാർക്ക് പ്രത്യേകമായ വാതിലുള്ളതുപോലെ, ബാബു റയ്യാൻ ഉള്ളതുപോലെ സദഖ കൊടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ വാതിലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ നൽകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നമ്മുടെ അടുത്ത കുടുംബക്കാർക്ക് നൽകുന്നതാണ്. ആവശ്യക്കാരായിട്ടുള്ള നമ്മുടെ അടുത്ത കുടുംബക്കാർക്ക് അവർക്ക് നൽകുക എന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ ഈ റമളാൻ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നോമ്പെടുക്കുക എന്നതാണ് ഈ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ചില ആളുകളുടെ പണി പ്രയാസപ്പെട്ട് വെയിലത്ത് പണിയെടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നോമ്പ് മുറിക്കുന്ന അവസ്ഥ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ്. പണി കാരണം നോമ്പെടുക്കാൻ സാധിക്കാത്ത ആളുകൾ, അവർക്ക് നോമ്പെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അവർക്ക് എന്താണോ കഴിയുന്നത്, ഒരു മാസത്തേക്ക് വേണ്ട കാര്യങ്ങൾ, അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് അവർക്ക് അങ്ങനെയുള്ള ആവശ്യക്കാർക്ക് ഭക്ഷണവും മറ്റും നൽകുക. അതേപോലെ വസ്ത്രം വാങ്ങി കൊടുക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവഴിക്കുക. അത് ഓരോ മുസ്ലിമിൻ്റെയും ഉണ്ടായിരിക്കേണ്ട സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. ഓരോ ദിവസവും കുറച്ചെങ്കിലും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതിനു വേണ്ടി, അതേപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം നേടിയെടുക്കുന്നതിനു വേണ്ടി കുറച്ചെങ്കിലും എല്ലാ ദിവസവും ചെലവഴിക്കുക. വഖഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. മരണത്തിന് ശേഷവും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. വഖഫായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ മസ്ജിദിന് ഭൂമി വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ.
അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാകും. ഒരു മസ്ജിദിലേക്ക് ഒരു പാത്രം ആവശ്യമുണ്ട്, അത് വാങ്ങിക്കൊടുക്കുക. അത് ഉപയോഗിക്കുന്ന കാലത്തോളം നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ജാരിയായ സ്വതക്കകൾ. നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് വരുന്ന കാര്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞുപോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് ബാക്കിയാകുന്നത് ജാരിയായ സ്വതക്കയാണ്. ജാരിയായ സ്വതക്ക, നിലനിൽക്കുന്ന സ്വതക്ക, മസ്ജിദിനു വേണ്ടി ഭൂമി നൽകി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അതേപോലെ പള്ളി പണിയാൻ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനു വേണ്ടി ചെലവഴിക്കുക. എത്ര കുറച്ചാണെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഒരാൾ ഒരു പള്ളി പണിതാൽ സ്വർഗത്തിൽ അവനൊരു വീടുണ്ടാകും. ചില ഹദീസുകളിൽ ഒരു കിളീൻ്റെ കൂടിൻ്റെ അത്രത്തോളമുള്ള പള്ളിയാണ് എങ്കിലും, ഒരു കിളിക്കൂടിൻ്റെ അത്രയുള്ള പള്ളി ഒരാൾക്ക് നിസ്കരിക്കാൻ പോലും സാധിക്കുകയില്ല. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അത്രയും ചെറിയ പള്ളിയാണ് എങ്കിൽ പോലും അല്ലാഹു തആല അവന് സ്വർഗത്തിൽ വീട് നൽകും എന്നതാണ്. അപ്പോൾ ഇന്ന് എളുപ്പമാണ്, സ്ക്വയർ ഫീറ്റിൻ്റെ കണക്കുണ്ടാകും. എത്രയാണോ നമ്മെ കൊണ്ട് കഴിയുന്നത് അതേപോലെ സഹായിക്കുക, പ്രത്യേകിച്ച് പള്ളിയുടെ കാര്യങ്ങൾ. പിന്നെ പൊതുവായി എല്ലാ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ ഒരു ചെറിയ വിഹിതം ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ ലാസ്റ്റ് വീണ്ടും നമുക്കറിയാം സകാത്തുൽ ഫിത്റുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കുകയും പഠിക്കുകയും അതിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പാടില്ല. അതേപോലെ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നമ ദുനിയ ലി അർബഅതി നഫർ, ദുനിയാവ് 4 വിഭാഗം ആളുകൾക്കാണ്. ഇവിടെ ദുനിയ കൊണ്ട് ഉദ്ദേശിക്കുന്ന സമ്പത്താണ്. സമ്പത്ത് 4 വിഭാഗം ആളുകൾക്കാണ്. അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ, ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ട്. വഇൽമൻ, അറിവ് നൽകിയിട്ടുണ്ട്. ഫഹുവ യത്തഖി ഫീഹി റബ്ബ, അവൻ ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു. വയസ്സിലു ഫീഹി റഹിമ, അവൻ ആ സമ്പത്ത് കൊണ്ട് അവൻ കുടുംബബന്ധം ചേർക്കുന്നു. വയുഅല്ലിമു വയഅലമു ലില്ലാഹി ഫീ ഹഖ്ഖ, അള്ളാഹുവിന് ആ സമ്പത്തിൽ എന്തൊക്കെ ബാധ്യതകളുണ്ടോ അതെല്ലാം നിറവേറ്റുന്നു. സമ്പത്ത് യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയതാണ്, അള്ളാഹുവിൻ്റെ സമ്പത്താണ്. നമ്മളത് കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രം. അള്ളാഹുവിൻ്റെതാണ് ആ സമ്പത്ത്. അതിൽ നിർബന്ധമായി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സക്കാത്ത് പോലെ, അതിനെക്കുറിച്ചല്ല നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. സുന്നത്തായി നൽകേണ്ട ദാനധർമ്മങ്ങളെക്കുറിച്ചാണ്. സക്കാത്ത് അത് നിർബന്ധമായി നൽകേണ്ടതാണ്. അത് നൽകിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിന് ഹക്കുകൾ, അവനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നു. ഫഹാദ ബി അഫ്ദലിൽ മനാസിൽ, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പദവി. ഒരാൾക്ക് അറിവുണ്ട്, സമ്പത്തുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. വഅബ്ദിൻ റസഖഹുല്ലാഹു ഇൽമൻ, ഒരാൾക്ക് അള്ളാഹു അറിവ് നൽകിയിട്ടുണ്ട്. വലം യർസുഖു മാല, അവന് സമ്പത്ത് നൽകിയിട്ടില്ല. അള്ളാഹു അറിവ് നൽകിയിട്ടുണ്ട്, എന്നാൽ സമ്പത്ത് നൽകിയിട്ടില്ല. ഫഹുവ സാദിഖുൻ നിയ്യ, എന്നാൽ അവന് സത്യസന്ധമായ നീയത്തുണ്ട്, ഉദ്ദേശമുണ്ട്. എന്താണത്? യഖൂലു ലൗ അന്ന ലി മാലൻ ലഅമിൽതു ബിഅമലി ഫുലാൻ, എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന വ്യക്തി ചെയ്യുന്നത് പോലെയുള്ള സൽക്കർമ്മങ്ങൾ ഞാനും ചെയ്യുമായിരുന്നു എന്ന് ഉറച്ച നീയത്തുണ്ട്. ഫഹുവ ബിനിയ്യതിഹി ഫഅജ്റുഹുമാ സവാ, അവരുടെ രണ്ടുപേരുടെയും പ്രതിഫലം അത് ഒരേപോലെ ആയിരിക്കും. ശക്തമായി സത്യസന്ധമായ നീയത്തുണ്ട്. ഇത്ര പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നയാൾ ചെയ്യുന്നത് പോലെയുള്ള സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു എന്ന സത്യസന്ധമായ നീയത്തുണ്ട് എങ്കിൽ അത് അവർ രണ്ടുപേരും പ്രതിഫലത്തിൽ സെയിമാണ്, ഒരേപോലെയാണ്. വഅബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വലം യർസുഖു ഇൽമ, ഒരാൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ അറിവ് നൽകപ്പെട്ടിട്ടില്ല. ഫഹുവ യഖ്ബിതു ഫീ മാലിഹി ബിഗൈരി ഇൽം ലാ യത്തഖി ഫീഹി റബ്ബ, അവൻ ആ സമ്പത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല. വലാ യസിലു ഫീഹി റഹിമ, ആ സമ്പത്ത് കൊണ്ട് അവൻ കുടുംബ ബന്ധം ചേർക്കുന്നില്ല. വലാ യഅലമു ലില്ലാഹി ഫീ ഹഖ്, അള്ളാഹുവിൻ്റെ ബാധ്യതകളൊന്നും നിർവഹിക്കുന്നില്ല. ഫഹാദാ ബിഅഖ്ബസിൽ മനാസിൽ, ഇവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. വഅബ്ദിൻ ലം യർസുഖു അല്ലാഹു മാലൻ വലാ ഇൽമൻ, എന്നാൽ അള്ളാഹു ഒരുവന് സമ്പത്ത് നൽകിയിട്ടില്ല, അറിവും നൽകിയിട്ടില്ല. ഫഹുവ യഖൂൽ, അവൻ പറയുന്നു ലൗ അന്ന ലി മാലൻ ലഅമിൽതു ഫീഹി ബിഅമലി ഫുലാൻ ഫഹുവ നിയ്യതിഹി ഫവിസ്റുഹുമാ സവാ, ഒരുവന് അറിവുമില്ല അതേപോലെ സമ്പത്തുമില്ല, എന്നാൽ അവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ്? എനിക്ക് ഇങ്ങനെ ഇന്ന സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന വ്യക്തി ചെയ്യുന്നത് പോലെയുള്ള എല്ലാ വൃത്തികേടുകളും ഞാൻ ഉറപ്പായും ചെയ്യും എന്നതാണ് അവൻ്റെ ഉദ്ദേശമെങ്കിലോ അവർ രണ്ടുപേരും അവരുടെ ശിക്ഷയിൽ സമമായിരിക്കും എന്ന്
സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഇതിൽ ഒന്നാമതിൽ ഉൾപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ദീൻ പഠിക്കുക, അറിവ് നേടുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അതേപോലെ സമ്പത്ത് നമുക്ക് എന്താണോ നൽകപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുക. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹക്കുകൾ കൊടുത്തുവിട്ടുക, കുടുംബബന്ധം ചേർക്കുക, അടുത്ത ബന്ധുക്കൾക്ക് നൽകുക, ആവശ്യക്കാർക്ക് നൽകുക. അതേപോലെ ഇസ്ലാമിന് വേണ്ടി നമ്മുടെ നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഖൈറായ കാര്യങ്ങൾ, അതിലേക്കെല്ലാം നമ്മുടെ ഒരു ചെറിയ ഒരു ഓഹരിയാണ് എങ്കിലും അതിനെല്ലാം നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, അൽ ഇബാദത്തു ഫിൽ ഹറജ് കഹിജറത്തിൻ ഇലയ്യ. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഫിത്നയുടെ സമയത്ത്, ഹറജ് എന്ന് പറഞ്ഞാൽ ഫിത്ന, കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇബാദത്തുകളിൽ മുഴുകുക എന്നത് കഹിജറത്തിൻ ഇലയ്യ, എന്നിലേക്ക് ഹിജറ വരുന്നത് പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഹിജറ വരുന്നത് പോലെയാണ് കുഴപ്പങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉടലെടുക്കുന്ന കാലത്ത് ഇബാദത്തുകൾ മുഴുകുക എന്നത്. പ്രത്യേകിച്ച് റമദാൻ മാസം ഇബാദത്തുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള മാസമാണ്. ഇവിടെ സാമൂഹികമായ രാഷ്ട്രീയമായ എന്തൊക്കെ കോലാഹലങ്ങൾ നടന്നാലും നമ്മുടെ പണി എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് മുന്നേറുക എന്നതാണ്. അതാണ് നമ്മുടെ മേലുള്ള ബാധ്യത. ബാക്കിയുള്ള കാര്യങ്ങൾ അള്ളാഹുവിൽ ആത്മാർത്ഥമായി തവക്കുലാക്കുക. ഇതെല്ലാം ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് അള്ളാഹു തആല ഈ ഭൂമിയെയും ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു തആല എന്ത് സംഭവിക്കും ഇവിടെ എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു മുവഹ്ഹിദായിട്ടുള്ള ഒരു വ്യക്തി, അള്ളാഹുവിൽ തവക്കുലാക്കുന്നവൻ, അവൻ പേടിക്കേണ്ട കാര്യമില്ല. എന്ത് തന്നെ സംഭവിച്ചാലും അള്ളാഹു തആല അവൻ്റെ അടിമകളെ സഹായിക്കുന്നതാണ്. നമ്മൾ ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറുണ്ടോ, ഈ ദീൻ പിൻപറ്റി ജീവിക്കാൻ തയ്യാറുണ്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന എന്നത്. ആത്മാർത്ഥമായി ഖ്ലാസോടെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. അള്ളാഹു തആല സഹായിക്കുന്നതാണ്. അള്ളാഹു തആല നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് നിർഭയത്വം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം. സ്വല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.